ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവകൃപ നമ്മളെ ഒരു ദിവസം കൂടെ ഉണർത്തിയതിനായും നമുക്ക് ദാനമായി തന്നതിനായും ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ദൈവത്തിൻ്റെ പരിപൂർണ ഹിതം ഇന്നതെന്ന് തിരിച്ചറിഞ്ഞ് നമ്മൾ അത് മനസ്സിലാക്കുവാണ്ടക്കൊണ്ട് നമ്മുടെ മനസ്സ് പുതുക്കപ്പെടുവാൻ ദൈവവചന ധ്യാനവും നമ്മുടെ പ്രാർത്ഥനയും എല്ലാം ഇടയായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ മുമ്പോട്ട് നയിക്കട്ടെ. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അത്ഭുത കാര്യങ്ങൾ കാണുവാൻ നമ്മുടെ ഹൃദയക്കണ്ണുകളെ ഇവിടുന്ന് പ്രകാശിപ്പിക്കട്ടെ. പ്രകാരം അത് ജീവിതാനുഭവമായി നമ്മുടെ ജീവിതത്തിൽ മാറുവാൻ തക്കവണ്ണം ദൈവടയാക്കി തീർക്കട്ടെ. വളരെ ബൃഹത്തായ ഒരു സങ്കീർത്തനം 119 ബൈബിളിൽ തന്നെ വലിയ അധ്യായം നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും അറിയുന്നതായൊരു കാര്യമാണ് 119 സങ്കീർത്തനം. അത് വലിയൊരു സങ്കീർത്തനമാണ്. അതിൽ തന്നെ 8 വാക്യങ്ങൾ വെച്ച് ആണ് അത് വേർതിരിച്ചിരിക്കുന്നത് എന്ന് നമ്മൾ കാണുകയുണ്ടായി. പൊതുവെ മലയാളം ബൈബിളിലും ഇന്ന് ചില NRSV ന്യൂ റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് വെർഷനിലൊന്നും അങ്ങനെ സെപ്പറേറ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നില്ല. പക്ഷേ മലയാളം ബൈബിളിലും മറ്റുള്ള ഇംഗ്ലീഷും മറ്റുള്ള തർജ്ജമകളിലും എല്ലാം എബ്രായ ഭാഷയിലെ അക്ഷരമാല അതിൻ്റെ ശീർഷകമായിട്ട് കൊടുത്ത് അങ്ങനെ വേർതിരിച്ചിരിക്കുന്നു. അങ്ങനെ 22 ഖണ്ഡങ്ങൾ, പാരഗ്രാഫ് 22 ഇതായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. 176 വാക്യങ്ങൾ ഉള്ളത്, 8 വാക്യങ്ങൾ വെച്ച് നമ്മൾ പിന്നീട് ചിന്തിക്കുകയുണ്ടായി. അത് ഓരോ വാക്യത്തിലും അതിൻ്റെ പ്രത്യേകത നമ്മൾ വായിച്ചു നോക്കുമ്പോൾ അവിടെ കാണാൻ സാധിക്കും. നിയമമെന്നോ സാക്ഷ്യമെന്നോ വചനമെന്നോ പ്രമാണമോ അതെല്ലാം ഒരു കാറ്റഗറിയിൽ പെടുന്ന ഒരു ഇതാണ്. വിപരീത പദങ്ങൾ പറഞ്ഞ പോലെ സാക്ഷ്യം എന്ന് പറഞ്ഞാലും വചനം എന്ന് പറഞ്ഞാൽ എല്ലാം കണക്റ്റഡ് ആയിട്ടാണ്. ന്യായപ്രമാണം, പ്രമാണം, വിധികൾ, അങ്ങനെ ഓരോന്നും വരികയാണ്, ആവർത്തിച്ചത് വരുന്നതായിട്ടാണ്. ഒരു വാക്യത്തിൽ ഇപ്പോൾ ഇല്ലാത്തതായിട്ടാണ് നമ്മൾ കാണുന്നത്. എല്ലാത്തിലും അതുണ്ടെന്ന് നമുക്ക് കാണാനായിട്ട് പറ്റും. 122 വാക്യത്തിൽ മാത്രം അവിടെ ആ വാക്യം കാണുന്നില്ല എന്ന് പറയുന്നുണ്ട്. 122 അടിയൻ്റെ നന്മയ്ക്ക് വേണ്ടി ഉത്തരവാദി ആയിരിക്കണമേ, അഹങ്കാരികൾ എന്നെ പീഡിപ്പിക്കരുത് എന്ന് പറയുന്ന അതിലകത്ത് മാത്രം ആ ഒരു വാക്ക് ഇല്ല എന്ന് അവിടെ കാണുന്നുണ്ട്. ബാക്കി എല്ലാത്തിലും ഇതിങ്ങനെ ആവർത്തിച്ച് വരികയാണ്. അവസാനം ഇത് തീർക്കുന്നത് നിന്റെ കൽപ്പനകളെ ഞാൻ മറക്കുന്നില്ല എന്ന വാക്കോടുകൂടിയാണ്. അതായത് ഇവിടെ 169 വാക്യത്തിലേക്ക് നമ്മളിന്ന് കടന്നു വന്നിരിക്കുകയാണ്. യഹോവേ, എൻ്റെ നിലവിളി തിരുസന്നിധിയിൽ വരുമാറാകട്ടെ, നിന്റെ വചനപ്രകാരം എനിക്ക് ബുദ്ധി നൽകണമേ. ഇവിടെ ഈ അപേക്ഷകളാണ്, പിന്നെ ദൈവത്തോട് ഉള്ള യാചനയാണ്. ലെറ്റ് മൈ ക്രൈ ഫോർ ഹെൽപ്പ്, സഹായത്തിനായിട്ടുള്ള ഒരു പ്രാർത്ഥന. ആ ദൈവസന്നിധിയിൽ എത്തട്ടെ, നിന്റെ സന്നിധി വരുമാറാകട്ടെ എന്ന് ആ ഒരു ആഗ്രഹത്തോടെ വാഞ്ചയോടെ ദാവീദ് പ്രാർത്ഥിക്കുകയാണ്. നിന്റെ വചനപ്രകാരം എനിക്ക് ബുദ്ധി നൽകണമേ. അപ്പോൾ ഈ ബുദ്ധി പല രീതിയിലുണ്ട്. ദുഷ്ടബുദ്ധിയുണ്ട്, കുരുട്ടുബുദ്ധിയുണ്ട്, കൗടല്യേൻ്റെതായ ബുദ്ധിയുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള ബുദ്ധിയുണ്ട്. നല്ലതിന് വേണ്ടി വിനിയോഗിക്കാം, തിന്മയ്ക്ക് വേണ്ടി വിനിയോഗിക്കാനായിട്ട് പറ്റും. അപ്പോൾ ദൈവത്തോട് ചേർന്ന് നിന്നാൽ അത് ദൈവിക നന്മയ്ക്ക് വേണ്ടി, നമ്മുടെയും മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി നമ്മുടെ ബുദ്ധി ഉപയോഗിക്കാനായിട്ട് പറ്റും. അല്ല, തിന്മയോടാണ് ചേർന്ന് നിൽക്കുന്നതെങ്കിൽ ആ ബുദ്ധി കൊണ്ട് തന്നെ മറ്റുള്ളവർക്കും സ്വന്തം നാശത്തിന് തന്നെ അത് കാരണമായി തീരുന്നതായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് ഉയരത്തിൽ നിന്ന് വരുന്ന ജ്ഞാനമെന്ന് പറഞ്ഞുകൊണ്ട് യാക്കോബ് ശ്ലീഹ പറയുന്നുണ്ട്. ആ ഒന്നാം നിർമ്മലവും അനുസരണമുള്ളതും കരുണയും സൽഫലവും നിറഞ്ഞതും പക്ഷപാതവും കൗടവും ഇല്ലാത്തതാകുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. തുടർന്ന് ലോകത്തിൻ്റെ ജ്ഞാനത്തെക്കുറിച്ച്, ബുദ്ധിയെക്കുറിച്ച് അവിടെ പറയുകയാണ്. അത് പൈശാചികവും പ്രാകൃതവും അത്ര, അത് പക്ഷപാതമുള്ളതാണ്, കപടമുള്ളതാണ്, സകല തിന്മകളും നിറഞ്ഞതാണെന്നൊക്കെ അതോടെ വ്യാഖ്യാനിക്കുന്നുണ്ട്. എന്നാലും നമുക്ക് വേണ്ടത് ദൈവം തരുന്നതായ ബുദ്ധി, അല്ലെങ്കിൽ ബുദ്ധിയെ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് പൊതിയപ്പെടാൻ. പലരും നമ്മൾ കേട്ടിട്ടുള്ളതായിരിക്കാം, ബുദ്ധിയെ ഭക്തി കൊണ്ട് പൊതിയുക എന്ന് പറയുന്നത്. ദൈവഭക്തി കൊണ്ട് അത് പൊതിയാനായിട്ട് സാധിക്കുന്നത്, ഫിയർ ഓഫ് ഗോഡ്. എന്നാൽ മനുഷ്യൻ ആരംഭത്തിൽ ലഭിച്ചിരിക്കുന്ന ബുദ്ധി അതിൻ്റെ പൂർണ്ണതയിലില്ല എന്ന, പാപം ചെയ്ത നിമിത്തം അതിന് അപജയം, അതിന് ക്ഷീണം സംഭവിച്ചു, അതിന് ക്ഷയം സംഭവിച്ചു. ഇറ്റ്സ് നോട്ട് കംപ്ലീറ്റ്. എന്നാൽ മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൈവം അവൻ്റെ പരിപൂർണതയിലാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. ആ ബുദ്ധി എന്ന് പറഞ്ഞാൽ അപ്രമേയമാണ്. എന്നാൽ വീഴ്ചയ്ക്ക് ശേഷം ആ ബുദ്ധിയിലേക്ക് അവൻ എത്താനായിട്ട് സാധിച്ചില്ല. എന്നാൽ അത് റീസ്റ്റോർ ചെയ്യുന്ന ഒരവസരമുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ ചിന്തയ്ക്കോ ഭൗമിക തലത്തിനൊക്കെ അതീതമായിട്ടുള്ള
ഒരു മേഖലയിലേക്കാണ് നമ്മൾ പോകുന്നത്. അത് നമ്മുടെ ഈ മൈൻഡ് കൊണ്ട്, ഇന്നുള്ള ഇതുകൊണ്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റുകയില്ല. എന്നുള്ള അനുഭവത്തിൽ കൂടെ തന്നെ അത് മനസ്സിലാക്കിയിട്ട് സാധിക്കുകയുള്ളൂ. അന്നേരം ഐൻസ്റ്റീൻ പോലും അതുപോലെ പറയുന്നുണ്ട്, എത്ര ഉന്നതരായ ശാസ്ത്രജ്ഞന്മാർ പോലും മനുഷ്യ ബുദ്ധിയുടെ 20% ഐൻസ്റ്റീനോ അങ്ങനെ ഐസക് ന്യൂട്ടൻ അങ്ങനെ പ്രഗത്ഭരായ സയൻറ്റിസ്റ്റ് അവർ പോലും 20% യൂട്ടിലൈസ് ചെയ്തിട്ടുള്ളതെന്നാണ് പറയുന്നത്. നമ്മുടെ ബുദ്ധിയുടെ ആകെയുള്ള ബുദ്ധിയുടെ 20% നമ്മൾ യൂട്ടിലൈസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ എന്തുമാത്രമുണ്ട് ദ പവർ ഓഫ് അവർ ബുദ്ധിയുടെ ശക്തി എന്ന് പറയുന്നത് അത്രയുണ്ട്. എന്നാൽ ദൈവത്തെ കൂടാതെ ഈ ജ്ഞാനത്തിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ജ്ഞാനി തന്നെ ജ്ഞാനത്തിൽ ആശ്രയിക്കരുതെന്ന്. കുറച്ച് ബുദ്ധിയുണ്ട്, അറിവുണ്ടെന്ന് പറയുമ്പോൾ അറിവിൽ ആശ്രയിച്ച് പോയാൽ അറിവ് നമ്മൾ ഒരിക്കലും രക്ഷിക്കുകയില്ല. ദൈവത്തെക്കുറിച്ചുള്ള അറിവാണ് ഏറ്റവും ശ്രേഷ്ഠം. അത്യുന്നതിനെക്കുറിച്ചുള്ള അറിവ്, ആ പരിജ്ഞാനമാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത്. ഇവിടെ പറയുകയാണ്, നിന്റെ വചനപ്രകാരം എനിക്ക് ബുദ്ധി നൽകണമേ, എൻ്റെ യാചന തിരുസന്നിധിയിൽ വരുമാറാകട്ടെ, നിന്റെ വാഗ്ദാന പ്രകാരം എന്നെ വിടുവിക്കണമേ. ഇപ്പം ഈ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ നമ്മൾ ചെയ്യുന്നത് ഇത് അനേക പ്രാർത്ഥന കേൾക്കുന്നില്ല, അല്ലെങ്കിൽ അവർ എന്തൊക്കെയോ വന്ന് ദൈവസന്നിധിയിൽ പുലമ്പുന്നു, എന്തൊക്കെയോ ഞാൻ പറയട്ടെ, നമുക്ക് അഡ്രസ്സ് ഇല്ലാത്ത ഒരു ലെറ്റർ എവിടെ ചെന്നെത്തും? വിത്തൗട്ട് ഒരു അഡ്രസ്സ്, ഒരു കത്ത് അയക്കുകയാണ് നമ്മൾ, അല്ലെങ്കിൽ ഒരു ഇമെയിൽ അയക്കുകയാണ്, നമ്മളതിൻ്റെ ഒരു അഡ്രസ്സ് കറക്റ്റ് അല്ലെങ്കിൽ എവിടെ ചെന്നെത്തും? ഇന്ന് അനേകർക്ക് ആരോട് പ്രാർത്ഥിക്കണമെന്ന് അറിയത്തില്ല. ഇന്ന് വിശുദ്ധന്മാരെ കൊണ്ടും മധ്യസ്ഥന്മാരെ കൊണ്ടും നിറഞ്ഞിരിക്കുകയാണ്. വളരെ നർമ്മമായിട്ടുള്ള ഒരു കാര്യം കേൾക്കുന്നുണ്ടായി. ഒരു സിസ്റ്റർ, ആരോഗ്യമേരി ഒരു സിസ്റ്റർ, ഒരു നൺ, ഒരു കന്യാസ്ത്രീ, അവർ പ്രസംഗിക്കുകയാണ്. വളരെ മനോഹരമായിട്ട് അവർ തമിഴിലാണ് അവർ പറയുന്നത്. അവരൊരിക്കൽ ഈ ദുഃഖവെള്ളിയാഴ്ചത്തെ ശുശ്രൂഷകളൊക്കെ എല്ലാവരും ചേർന്ന് കഴിഞ്ഞിട്ട് അവർ മടങ്ങി അവരുടെ കോൺവെന്റിലേക്ക് ഇങ്ങോട്ട് പോകുമ്പോഴത്തേക്കും ഒരു സ്ത്രീ വന്നിട്ട് ചോദിക്കുകയാണ്, സിസ്റ്റർ ഒരു കാര്യം പറഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ടാകത്തില്ലല്ലോ. അപ്പോൾ സിസ്റ്റർ പറഞ്ഞു, നീ പറ, എന്നിട്ടല്ലേ അത് നോക്കണം, ആദ്യം കാര്യം പറ എന്നാന്ന് ഒന്ന് പറഞ്ഞു. അപ്പോൾ പറയുകയാണ്, ഈ സെയിൻറ്റ് ആൻ്റണി എന്ന് പറയുക അവരുടെ സെയിൻ്റാണ്, കാത്തലിക്കിലെ സെയിൻ്റാണ്. അപ്പോൾ ഈ സ്ത്രീ പറയുകയാണ്, ഈ കന്യാമറിയം ഈ വിശുദ്ധ അന്തോണിയോസിനോട് മാത്രം പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ യേശു അത്രയും കഷ്ടത അനുഭവിക്കേണ്ടി വരത്തില്ലായിരുന്നു എന്ന്. എന്തോ ഒരു ഫൂളിഷ്നസ്! ഇതാ മനുഷ്യൻ്റെ ബുദ്ധി എന്ന് പറയുന്നത്. ഇതാ പഠിപ്പിച്ച് വെച്ചിരിക്കുന്നത്. വിശുദ്ധരെല്ലാം ദൈവങ്ങളാക്കി വെച്ചിരിക്കുക, 30 മുക്കോട്ട് ദേവന്മാരെന്ന് പറയുന്ന പോലെ ഇന്ന് വിശുദ്ധന്മാരെല്ലാം ഇൻ്റർസെഷനായിട്ട് വെച്ചിരിക്കുക. അത് കഴിഞ്ഞിട്ട് യേശുവിനെ കാണാൻ പറ്റുന്നില്ല. അവർ ജീവിച്ചിരിക്കുമ്പോൾ അങ്ങനെ ആഗ്രഹിച്ചവരാണെങ്കിൽ ദൈവത്തിൻ്റെ വിശുദ്ധരല്ല. പ്രശസ്തി ആഗ്രഹിച്ചവരാണെങ്കിൽ അവർ ദൈവത്തിൻ്റെ വിശുദ്ധരേ അല്ല. അവരൊരിക്കലും തങ്ങൾ അറിയപ്പെടണമെന്ന് ആഗ്രഹിക്കാത്തവരാ. ഇൻ ക്രൈസ്റ്റാണ് ഇനി ജീവിക്കുന്നത്, ഞാനല്ല, ക്രിസ്തു അത്രയും ജീവിക്കുന്നതെന്ന് പറഞ്ഞതാണ്. അതാണ് ദൈവസഭയുടെ സാക്ഷ്യം, വിശുദ്ധന്മാരുടെ സാക്ഷ്യം. അവരൊരിക്കലും തങ്ങളെ തന്നെ പ്രൊക്ലെയിം ചെയ്യത്തില്ല, പ്രൊജക്റ്റ് ചെയ്യത്തില്ല. അവർ എപ്പോഴും ദൈവത്തെ ഉയർത്തും. കാരണം ദൈവമാണ് സകലത്തിന് കാരണം. ഇന്ന് വിശുദ്ധന്മാരെയൊക്കെ പ്രവർത്തിക്കുന്നിട്ട് അവരുടെ വിശുദ്ധി പോലെയാണ്. നീതിമാൻ ആരുമില്ല എന്ന് പറയുന്നത്. നമുക്കെന്തെങ്കിലും ലഭിക്കുന്നുണ്ടെങ്കിൽ ദൈവം കർത്താവായ യേശുക്രിസ്തു ക്രൂശിൽ നിർവഹിച്ച ആ യാഗമുഖാന്തരമാണ് നമുക്ക് ലഭിക്കുന്നത്. നമ്മുടെ പാപക്കറകൾ കഴുകുന്ന അങ്ങനെയാണ്. ആരും വിശുദ്ധരല്ല. ക്രിസ്തുവിൻ്റെ വചന നിമിത്തം ദൈവത്തിൻ്റെ ആത്മാവിനാൽ വിശ്വാസത്താലൊക്കെയാണ് നമ്മൾ കഴുകൽ പ്രാപിക്കുന്നത്. ക്രിസ്തുവിൻ്റെ രക്തമാണ്, ആ പാപപരിഹാര ബലിയാണ് നമുക്ക് മോചനത്തിനായിട്ട് മാറിയത്. അതുകൊണ്ട് അതിലാണ് നമ്മൾ ആശ്രയിക്കണം. അതാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശിലല്ലാതെ എനിക്ക് പ്രശംസിപ്പാൻ ഇട വരരുത് എന്നുള്ള പ്രാർത്ഥന അവിടെ നമ്മൾ കാണുകയാണ്. അപ്പോൾ നമ്മൾ ആ ഒരു പരിജ്ഞാനത്തിൽ, അതാ മുമ്പ് പറഞ്ഞ അഡ്രസ്സ്, ആരോടാണ് പ്രാർത്ഥിക്കുന്നത്? ഞാൻ പ്രാർത്ഥിക്കുന്നത് ദൈവം ആരാണ്? ഇസ്രായേലിൻ്റെ പരിശുദ്ധൻ ദൈവമായ യഹോവ, കർത്താവായ യേശുക്രിസ്തു. ആ വ്യക്തമായിട്ട് നമ്മൾ അറിഞ്ഞുകൊണ്ട് നമ്മൾ പ്രാർത്ഥിച്ച് നോക്കുക, അവിടെ ഉത്തരം നമുക്ക് കിട്ടും. ഒരു കത്തുണ്ടെങ്കിൽ അതിനൊരു അഡ്രസ്സ് ഉണ്ടായിരിക്കണം. ആ അഡ്രസ്സ് കറക്റ്റാണെങ്കിൽ അത് എത്തേണ്ട സ്ഥലത്ത് എത്തും. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കുക, ആരോട് പ്രാർത്ഥിക്കണം, എന്ത് പ്രാർത്ഥിക്കണോ നമ്മൾ ചിന്തിക്കുക. ഇവിടെ ദൈവത്തോട് മാത്രം യാചിക്കുന്നവരായിട്ട് നമ്മൾ മാറട്ടെ. ഇവിടുത്തെന്ന് പറയുന്നു 171 വാക്യം, നിന്റെ ചട്ടങ്ങൾ എനിക്ക് ഉപദേശിച്ച് തരുന്നത് കൊണ്ട് എൻ്റെ അധരങ്ങൾ സ്തുതി പൊഴിക്കട്ടെ. നിന്റെ ചട്ടങ്ങൾ എനിക്ക് ഉപദേശിച്ച് തരുന്നതുകൊണ്ട് എൻ്റെ അധരങ്ങൾ സ്തുതി പൊഴിക്കട്ടെ. ദൈവവചനം നമ്മൾ നിറഞ്ഞാൽ തന്നെ ദൈവസ്തുതി നമ്മൾ നിറയും. അതിനെ പറയുന്ന ആരുടെയും പരപ്രേരണ കൂടാതെ നമ്മൾ ദൈവസ്തുതി ഉയരും. നമ്മുടെ ഉള്ളത്തും ദൈവസ്തുതി ഇങ്ങനെ പൊടിയാൻ തുടങ്ങും. എന്നിൽ വിശ്വസിക്കുന്നതിൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്ന പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും. അതിങ്ങനെ ഒഴുകുകയാണ്. ദൈവജലത്തിൻ്റെ നദികൾ നമ്മളിന്ന് പ്രവഹിക്കാൻ തുടങ്ങും. അവിടെ സ്തോത്രത്തിൻ്റെ ഇതുണ്ട്, ആശ്രയത്തിൻ്റെ നദിയുണ്ട്, എല്ലാം അതിൽ നമ്മൾ വരും. അതൊക്കെ നമുക്ക് അനുഭവവേദ്യമായി തീരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധ നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. തുടർന്ന് പറയുകയാണ് 172, നിന്റെ കൽപ്പനകളൊക്കെയും നീതിയായിരിക്കാൽ എൻ്റെ നാവ് നിന്റെ വാഗ്ദാനത്തെക്കുറിച്ച് പാടട്ടെ.
ദൈവത്തിൻ്റെ കൽപ്പനകളെല്ലാം നീതിയാണ്, റൈച്ചിയസ്നെസ് ആണ്. അതുകൊണ്ട് എൻ്റെ നാവ് എൻ്റെ വാഗ്ദാനത്തെക്കുറിച്ച് പാടട്ടെ. അപ്പോൾ ദൈവം അത് പാലിക്കുമ്പോൾ ദൈവം നമുക്ക് പ്രോമിസ് തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ് പ്രോമിസ്? ആ ദൈവം അത് പാലിക്കും. അത് ആ വാഗ്ദാനത്തെക്കുറിച്ച് ദാവീദ് പാടുമെന്നാണ് പറയുന്നത്. അതൊക്കെ സന്ദർഭത്തിൽ നമ്മൾ കാണുകയാണ്. ഇനി നിന്റെ കൽപ്പനകളെ ഞാൻ തിരഞ്ഞെടുത്തിരിക്കാൻ നിന്റെ കൈ എനിക്ക് തുണയായിരിക്കട്ടെ. നമുക്കത് വ്യാഖ്യാനത്തിന് ആവശ്യമില്ലെന്ന് തോന്നുന്നു. നിന്റെ കൽപ്പനകളെ ഞാൻ തിരഞ്ഞെടുത്തു. ഏതാ തിരഞ്ഞെടുത്ത് നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. ജീവനും മരണവും നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുകയാണ്. നാശത്തിലേക്കുള്ള മാർഗമുണ്ട്, ജീവനിലേക്കുള്ള വഴിയുണ്ട്. ഇതൊക്കെ നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുകയാണ്. ലോകമുണ്ട്, ദൈവമുണ്ട്, അല്ലേ, സ്വർഗമുണ്ട്, നരകമുണ്ട്, എല്ലാം നമ്മൾ വെച്ചിരിക്കുക. നമ്മൾ ചൂസ് ചെയ്യണം, നമ്മൾ തിരഞ്ഞെടുക്കണം. നമുക്ക് സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്, നിർബന്ധിച്ചല്ല, സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. നമുക്ക് അത് തിരഞ്ഞെടുക്കാം. അപ്പം നമ്മൾ ഏത് തിരഞ്ഞെടുക്കാം നമ്മൾ ചിന്തിക്കും. ഇവിടെ ദാവീദ് കൽപ്പനകൾ തിരഞ്ഞെടുത്തത് കൊണ്ട് ദൈവത്തിൻ്റെ കൈ എനിക്ക് തുണയായിരിക്കട്ടെ, ദൈവം സഹായിക്കുമെന്ന് പറയും. ദൈവം സഹായിക്കും, ദൈവത്തിൻ്റെ കൈ തുണയായിരിക്കും. യഹോവേ, ഞാൻ നിന്റെ രക്ഷയ്ക്കായി വാഞ്ചിക്കുന്നു, നിന്റെ ന്യായപ്രമാണം എൻ്റെ പ്രമോദമാകുന്നു. അത് ദൈവകൽപ്പനകളിലേക്കുള്ള സന്തോഷം, ദൈവവചനത്തിൽ സന്തോഷിക്കാനായിട്ട് സാധിക്കണം. ഈ നിന്റെ കൽപ്പന, യഹോവേ, ഞാൻ നിന്റെ രക്ഷയ്ക്കായി വാഞ്ചിക്കുന്നു, നിന്റെ ന്യായപ്രമാണം എൻ്റെ പ്രമോദമാകുന്നു. നിന്നെ സ്തുതിക്കേണ്ടതിന് എൻ്റെ പ്രാണൻ ജീവിച്ചിരിക്കട്ടെ, നിന്റെ വിധികൾ എനിക്ക് തുണയായിരിക്കട്ടെ. ഇവിടെ നമ്മൾ 162 കണ്ടായിരുന്നു, വലിയ കൊള്ള കണ്ടുകെട്ടിയവനെ പോലെ ഞാൻ നിന്റെ വചനത്തിൽ ആനന്ദിക്കുന്നുവെന്ന്. അതവിടെ പറയുന്ന ഈ പ്രമോദം എന്ന് പറയുന്നത് ഈ 174 വാക്യത്തിൽ നിന്റെ ന്യായപ്രമാണം അതിന് പ്രമോദമാകുന്നത്. ഈ വചനം അത് സന്തോഷമായിട്ട് മാറും. യെരമ്യാപ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്നത്, ഞാൻ എൻ്റെ വചനത്തെ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു, അതെൻ്റെ ഹൃദയത്തിന് ആനന്ദം ആയി എന്നവിടെ പറയുന്നുണ്ട്. യെരമ്യാപ്രവാചകന്റെ പുസ്തകം 15 അധ്യായം 16 വാക്യം, ഞാൻ നിന്റെ വചനങ്ങളെ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു, നിന്റെ വചനങ്ങൾ എനിക്ക് സന്തോഷവും എൻ്റെ ഹൃദയത്തിന് ആനന്ദവുമായി എന്നവിടെ പറയാം. അവിടെ തോന്നുന്നു 17 വാക്യത്തിൽ പറയാം, കളിക്കാരുടെ കൂട്ടത്തിൽ ഞാൻ ഉല്ലസിച്ചിട്ടില്ല, നീരസുന്ന ആ ഉല്ലാസങ്ങളൊന്നും അല്ല പറയുന്നത്. ഇത് ദൈവവചനത്തിൽ തന്നെയുള്ള സന്തോഷവും ആനന്ദവും പറയുന്നത്. ലോകമോഹങ്ങളെ ജയിക്കാനായിട്ട് നമുക്ക് എന്തുകൊണ്ട് നമ്മൾ ദൈവവചനം നിറഞ്ഞാൽ, ദൈവസ്നേഹം നിറഞ്ഞാൽ അതിനൊക്കെ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും. നമുക്കത് ഓവർകം ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ പറയുകയാണ്, നിന്നെ സ്തുതിക്കേണ്ട എൻ്റെ പ്രാണൻ ജീവിച്ചിരിക്കട്ടെ, നിന്റെ വിധികൾ എനിക്ക് തുണയായിരിക്കട്ടെ. 176 വാക്യത്തിൽ പറയുക, കാണാതെ പോയ ആട് പോലെ ഞാൻ തെറ്റിപ്പോയിരിക്കുന്നു, അടിയനെ അന്വേഷിക്കണമേ, നിന്റെ കൽപ്പനകളെ ഞാൻ മറക്കുന്നില്ല. ചിന്തിക്കുക, ഒരു ഇടയൻ്റെ മനസ്സ് എപ്പോഴും ദാവീദിനോട് ചേർന്ന് നിൽക്കുക. ആ ഇടയനറിയാം, ഇടയൻ എന്ത് ചെയ്യുന്നത്, സന്ധ്യയെങ്കിൽ അതിന് ആലയിലേക്ക് കയറ്റുമ്പോൾ ആടുകളേക്ക് ആലയിലേക്ക് എണ്ണ തെറ്റപ്പെടുത്തിയാണ് അകത്ത് കയറ്റുന്നത്. ഒരെണ്ണം നഷ്ടപ്പെട്ടാൽ ഇടയൻ അറിയാൻ പറ്റും. കർത്താവ് പറയും, ഞാൻ അറിയാവുന്നിട്ട് തലയിൽ രോമം പോലും രോമം പൊഴുകിയില്ല എന്ന് പറഞ്ഞാൽ ദൈവം സർവശക്തനായ ദൈവത്തിന് അറിയാമില്ല. എന്നാൽ അറിവിലേക്കും സ്നേഹത്തിലേക്കും നമ്മെ തന്നെ സബ്മിറ്റ് ചെയ്യുന്നുണ്ടോ, സറണ്ടർ ചെയ്യുന്നുണ്ടോ, നമ്മളെ തന്നെ വിട്ടുകൊടുക്കുന്നുണ്ടോ അതിനു വേണ്ടി? ആ ദൈവിക അറിവിലേക്ക്, ദൈവത്തിൻ്റെ നടത്തിപ്പിലേക്ക്, ദൈവത്തിൻ്റെ പദ്ധതിയിലേക്ക്, ദൈവത്തിൻ്റെ പ്ലാനിലേക്ക് നമ്മളെ തന്നെ അർപ്പണം ചെയ്യണം. അപ്പോഴെല്ലാം വർക്കൗട്ട് ആവും. ഒരിക്കലും നിയമം തളർത്താത്ത ദൈവത്തിൻ്റെ സ്നേഹം. ഈ ആടിനെ കാണാതെ പാടുപോലെ ഞാൻ തെറ്റിപ്പോയി, നിന്നെ അന്വേഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന പോലെ ഇവിടെ ദാവീദ് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ എന്താണ് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ എന്താ പറയുന്നത്? ഒരു ആട് നഷ്ടപ്പെട്ടാൽ അതിനെ കണ്ടെത്തുന്ന ഇടയനാണ്. 100 ആടുണ്ടായാലും ഒന്ന് നഷ്ടപ്പെട്ട 99 വിട്ടേച്ച് ഒരെണ്ണത്തിനെ അന്വേഷിച്ചാലും നല്ല ഇടയനാണ് കർത്താവായ യേശു ക്രിസ്തു. ആടുകളുടെ വലിയ ഇടയൻ, ശ്രേഷ്ഠ ഇടയൻ, മഹാ ഇടയൻ. ആ നല്ല ഇടയൻ്റെ ആ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതങ്ങൾ നമുക്ക് ഫലമേൽപ്പിക്കാം. അവിടെ നമ്മൾ എന്തിത്തോളം വഴി നടത്താൻ ശക്തനാണ്. ദൈവങ്ങൾ നമ്മൾ തന്നെ വിട്ടുകൊടുക്കാം. നല്ല ഇടയനായ ഞങ്ങളുടെ കർത്താവായ യേശുവേ, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ നൽകുന്നു എന്ന് അരുളി ചെയ്ത് തൻ്റെ ജീവൻ ഞങ്ങൾക്ക് മറുവിലയായി ക്രൂശിൽ തന്ന സ്നേഹത്തിനായി ഞങ്ങളിങ്ങനെ സ്തുതിക്കുന്നു. രക്തം കൊടുത്ത് ഞങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കാൻ ഞങ്ങൾ താങ്കൾക്കുള്ള അല്ല എന്നും ഞങ്ങൾ നിൻ്റെ സ്വന്തമാണെന്നും തിരുവചനം ഞങ്ങൾ ഉറപ്പെടുത്തുന്നു. കർത്താവേ, ഞങ്ങളെ പരിപൂർണമായി സന്തോഷത്തോടെ സ്നേഹത്തോടെ നീ ഒരിക്കലും ഞങ്ങൾക്ക് ദോഷമല്ല നന്മ മാത്രം ചെയ്യുന്ന ദൈവമാണ് എന്നുള്ള തിരിച്ചറിവോടെ നിൻ്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. നിൻ്റെ പക്കൽ ഏൽപ്പിച്ചതൊന്നും നീ ദുരുപയോഗം ചെയ്യുകയില്ല, ഒന്നും നഷ്ടപ്പെടുത്തുകയില്ല. എന്നിലേക്ക് വരുന്നവരും ഒരു നാളും തള്ളിക്കളയിൽ ഉപേക്ഷിക്കില്ല എന്നറിയിച്ച് നമ്മൾ ആ സ്നേഹത്തിനായി സ്തുതി. എല്ലാ മഹത്വത്തോടും എടുക്കണമേ. മഹത്വത്തിനെ തന്നെ. ആമേൻ. ഭാരങ്ങൾ താങ്ങുവാൻ യേശു കൂടെയുണ്ട്.